പാക്ക് യുവർ ക്യൂരിയോസിറ്റി. ഹിൽ പാലസ് ഒരു മ്യൂസിയം അല്ല, ഇറ്റ്സ് എ റോയൽ അഡ്വഞ്ചർ. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് 160 വർഷം പഴക്കമുള്ള ഒരു രാജകൊട്ടാരത്തിലേക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയം ഹിൽ പാലസ് തൃപ്പൂണിത്തുറ. ഞങ്ങളിവിടെ എത്തിയത് ഉച്ച സമയത്തായിരുന്നു. രാവിലെ 9 മണി മുതൽ 12 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 4:30 വരെയുമാണ് ഇവിടെ മ്യൂസിയം ഓപ്പൺ ആയിരിക്കുക. അല്ലാത്ത സമയം വന്നാൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് കൊട്ടാരത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇവിടുത്തെ എൻട്രൻസ് ഫീ 50 രൂപയാണ്. മൊബൈൽ ഫോട്ടോഗ്രാഫിക്ക് 10 രൂപയും. ഈ കാണുന്ന സ്ട്രക്ചർ നല്ല രസമില്ലേ? ഒരു എസ്തെറ്റിക് ബ്യൂട്ടി. പണ്ട് കൊട്ടാരത്തിലുള്ളവർ വന്നിരിക്കുന്ന സ്ഥലമായിരിക്കുമെന്ന് തോന്നുന്നു. ഇതിലുള്ള കസേരകളെല്ലാം കല്ലിൽ കൊത്തിയിരിക്കുന്നതാണ്. പിന്നെ കുറേ കൽത്തൂണുകളുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ബാക്ക്ഗ്രൗണ്ടാണ്. ഫോട്ടോ എടുക്കാനും റീൽ ചെയ്യാനെല്ലാം. ആയിരത്തി 1865 കൊച്ചി മഹാരാജാവ് രാമവർമ്മയാണ് ഇത് പണികഴിപ്പിക്കുന്നത്. പിന്നീട് രാജഭരണമൊക്കെ കഴിഞ്ഞ് 1980 ഇത് കേരള പുരാവസ്തു വകുപ്പിന് കൈമാറി. ശേഷം 1986 പുരാവസ്തു മ്യൂസിയമാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഹിൽ പാലസ് മലയാളികളുടെ ഇടയിൽ ഒരു ഫേമസ് ആയത് മൺചിത്രത്താഴ് ഷൂട്ട് ചെയ്തിട്ടാണെന്ന് പറയാം അല്ലേ? ഉച്ചയ്ക്ക് മ്യൂസിയം തുറക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ടായിരുന്നു ഞങ്ങൾ വന്നത്. അതുകൊണ്ട് ആദ്യം 8 കെട്ട് കാണാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ പോകുന്ന ഈ 8 കെട്ട് രാജാവിൻ്റെ ആദ്യത്തെ വസതിയായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഇവർ ഹിൽ പാലസ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളതിൻ്റെ ഒരു ആർക്കിടെക്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഹിൽ പാലസിന് കുറച്ചൊരു കൊളോണിയൽ ടച്ച് ഉണ്ട്. പക്ഷേ 8 കെട്ട് പക്ക ട്രഡീഷണൽ രീതിയിലാണുള്ളത്, കേരള ട്രഡീഷണൽ രീതിയിൽ. പിന്നെ നമ്മൾ ഈ 8 കെട്ട് മൊത്തം ഇങ്ങനെ നടന്ന് കാണാണ് കേട്ടോ. ഒരു ഭാഗത്തേക്ക് നമുക്ക് പ്രവേശനമില്ല, ബാക്കി എല്ലാ സ്ഥലത്തേക്കും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലും പുരാവസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ട്. പഴയ കട്ടിൽ, കസേര, ഊന്നുവടി, പിന്നെ പഴയ കണ്ണാടി, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട്, വീഡിയോ എടുക്കാൻ പറ്റില്ല. ചിലതെല്ലാം ഞങ്ങൾ ഫോട്ടോ എടുത്തിരുന്നു. പിന്നെ എല്ലാം ഒന്നും നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി പോകും. ഇതെല്ലാം കണ്ട് തന്നെ അറിയേണ്ട കാര്യങ്ങളാണ്, കണ്ട് തന്നെ ഫീൽ ചെയ്യേണ്ടതാണ്. പിന്നെ പറയാനുള്ളത്, ഇത് ഈ ഹിൽ പാലസിലെ ഈ ഒരു ഏരിയ വീഡിയോ എടുക്കുന്നവരുടെയും റീൽ എടുക്കുന്നവരുടെയും എല്ലാം ഫേവറേറ്റ് പ്ലേസാണ്. ഞങ്ങൾ വന്ന സമയത്ത് കുറേ പേര് ഡാൻസ് റീലും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവരൊന്ന് വലിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇത് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്പേസാണ്. അങ്ങനെ അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി കണ്ട് നമ്മളിപ്പോൾ ഓടിപ്പോകുന്നത് ഡിയർ പാർക്കിലേക്കാണ് കേട്ടോ. 1992 18 മാനുകളോട് കൂടി തുടങ്ങിയ ഡിയർ പാർക്കാണിത്. പക്ഷേ ഇപ്പം നമുക്ക് നോക്കിയാൽ ഇവിടെ ഒരുപാട് മാനുകളുണ്ട്. എനിക്കിത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല ഇവരെ ഇങ്ങനെ കൂട്ടിലിട്ട് കാണുന്നത്. 2 ഏക്കറേ ഉള്ളൂ, അതിൽ 100 സംതിങ് മാനുകളുണ്ട്. ഇപ്പം എന്താ സംഭവിച്ചെന്നറിയോ? ഞങ്ങൾ വന്ന സമയത്ത് ഒരു കുരങ്ങ് ആ വഴി പോയേ. അപ്പോൾ ബാക്കി മാനുകളെല്ലാം അങ്ങോട്ടേക്ക് ഓടി. കുറച്ച് മടിയന്മാർ മാത്രം അവിടെ തന്നെ നിന്നു. ആ മടിയന്മാരെയാണ് നിങ്ങളീ കാണുന്നത്. ആ മടിയന്മാരാണ് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പോസ് ചെയ്ത് തരുന്നത്. മാനിനെ നോക്കിയിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. നമുക്ക് മ്യൂസിയം കാണാനുണ്ട്. മ്യൂസിയം തുറക്കുന്നത് 2 മണിക്കാണല്ലോ. അപ്പം കൃത്യം ആ സമയത്ത് അവിടെ എത്തിയാലേ നമുക്ക് കൂടുതൽ സമയം അതിൻ്റെ ഉള്ളിൽ ചിലവഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ചെരുപ്പൊന്നും അലവ് അല്ല കേട്ടോ. ക്ലോക്ക് റൂമുണ്ട്, നമുക്ക് ചെരുപ്പെല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കൗതുകം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് കാണിച്ചു തന്നാൽ ഒരു രസം ഉണ്ടാവില്ല. നിങ്ങളവിടെ വന്ന് തന്നെ കാണണം.
അതായത് ചിലത് ഞാൻ പറയാം. കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് അത് 1919 ഉണ്ടാക്കുന്നത്. അത് ഈ ഹിൽ പാലസിലാണ്. അത് നമുക്ക് കാണാം. കയറാനൊന്നും പറ്റില്ല, സ്വാഭാവികമായിട്ടും ഫങ്ഷനിങ് ആയിരിക്കില്ലല്ലോ. അപ്പോൾ നമുക്കതൊക്കെ കാണാം. പിന്നെ കറങ്ങുന്ന കസേര, നിങ്ങളൊന്ന് ആലോചിക്കുക, പണ്ട് കാലത്ത് കറങ്ങുന്ന കസേര, അതും വെള്ളി കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന കുതിരവണ്ടി, അങ്ങനെയുള്ള എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ മ്യൂസിയത്തിലുള്ള പലതും നാഷണൽ മ്യൂസിയത്തിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ, സെൻട്രൽ നാഷണൽ മ്യൂസിയത്തിൽ നിന്ന് കൊണ്ടുവന്നു. ഈ കാണുന്നതാണ് രാമവർമ്മ പരീക്ഷിത്ത് തമ്പുരാൻ്റെ അന്ത്യവിശ്രമ സ്ഥലം. അദ്ദേഹമായിരുന്നു കൊച്ചി രാജഭരണത്തിലെ അവസാനത്തെ രാജാവ്. 1949 വരെ അദ്ദേഹം ഭരിച്ചു. അതിനുശേഷം കൊച്ചി ഇന്ത്യൻ യൂണിയനായിട്ട് ചേർന്നു. ഈ രാമവർമ്മ പരീക്ഷിത്ത് തമ്പുരാൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് മാറി. പിന്നെ ഒരു കാര്യം ഞങ്ങളോട് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി, പക്ഷേ ഞാനത് പറയാം. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് കൂടി ഉണ്ട് കേട്ടോ. ഈ പാലസിൻ്റെ ചുറ്റും നല്ല പൂച്ചെടികളും മരങ്ങളും ഉണ്ട്. ഈ മരമൊക്കെ നോക്കൂ, നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്കിതിനെല്ലാം എടുത്തുകൊണ്ട് പോകാൻ തോന്നുന്നു. ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് താഴെ ഇരിക്കുന്ന മരങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ ഹഗ് ചെയ്യും പോലെ തോന്നില്ലേ? നമുക്കൊരിക്കലും പഴയ രാജാവാനോ പഴയ രാജകുമാരി ആവാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ആകെ പറ്റുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്ത് അത് ഫീൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയുള്ള യാത്രകളും ആവാം. അടുത്ത യാത്രയിൽ കാണുന്നവരെ